Hey all, welcome to Happy School. So ഇന്ന് നമ്മൾ SSLC Sure A Plus Question Seriesൽ മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ അരിത്മെറ്റിക് സീക്വൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ചാപ്റ്റർ എങ്ങനെയാണ്, രണ്ട് ചാപ്റ്റേഴ്സ് ആയിട്ടാണ് വരുന്നത് അല്ലേ. ഒന്ന് ഫസ്റ്റ് നമ്മൾ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ബേസിക്സ് പറയുന്നുണ്ട്, എങ്ങനെ നമുക്കൊരു അരിത്മെറ്റിക് സീക്വൻസ് കണ്ടുപിടിക്കാം, ആ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ വരുമ്പോൾ അവിടെ എന്താണ്, നമ്മൾ ഓൾജിബ്ര ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ രണ്ട് ചാപ്റ്റേഴ്സ് ഒന്ന് കമ്പൈൻ ചെയ്തിട്ട് അതിലെ ഇമ്പോർട്ടൻറ്റ് എന്താണ് ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ അരിത്മെറ്റിക് സീക്വൻസിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്, ഒരു അരിത്മെറ്റിക് സീക്വൻസ് എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഐഡൻറ്റിഫൈ ചെയ്യാം, അതേപോലെ nth ടേംസുകൾ, അതേപോലെ സം ഓഫ് n ടേംസുകൾ, ആ 2-3 ഫോർമുലാസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. സോ നമുക്ക് എന്തായാലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്, which of the numbers below is a term of the arithmetic sequence 2, 5, 8? നമുക്ക് സീക്വൻസ് തന്നിട്ടുണ്ട്. ഈ ഒരു സീക്വൻസിലെ എന്താണ് ഒരു എലമെന്റ് അല്ലെങ്കിൽ ഒരു മെമ്പർ ആണോ, ഈ ഒരു നമ്മൾ ഓപ്ഷനിലുള്ള നമ്പേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. ഈ ഒരു സീക്വൻസിലെ ഒരു മെമ്പറിനെ നമുക്ക് ഈ ഒരു ഓപ്ഷൻസ് ഒന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ സീക്വൻസ് നോക്കിയാൽ 2, 5, 8, 0. അപ്പോൾ ഇവിടെ നോക്കിയാൽ എ എന്താണ് ഫസ്റ്റ് ടേം 2. ദെൻ കോമൺ ഡിഫറൻസ് എത്രയാണ്, 5 മൈനസ് 2 3. ഇനി നമുക്ക് ഈ ഒരു സീക്വൻസിൻ്റെ എന്ത് ചെയ്യാം, ജനറൽ ടേം എഴുതാം. എന്താണ്, an is equal to a plus n minus 1 into d. അപ്പം എന്താണ്, a നമുക്കറിയാം 2, n minus 1, ദെൻ കോമൺ ഡിഫറൻസ് എന്താണ് 3. ഇതൊന്ന് എന്താണ് നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, 2 പ്ലസ് 3n minus 3 which is equal to 3n minus 1. അപ്പം ഈ ഒരു സീക്വൻസിൻ്റെ ജനറൽ ഫോം എന്താണ്, 3n minus 1 ആണ്. അപ്പം ഇതിൻ്റെ മീനിങ് എന്താണ്, ഈ nth ടേം എപ്പോഴും എന്തായിരിക്കും, 3യുടെ മൾട്ടിപ്പിളിൽ നിന്ന് ഒരു 1 കുറവായിരിക്കും. അപ്പം നമുക്ക് ഇതിൻ്റെ നോക്കാം, ഓരോ നമ്പേഴ്സ് വെച്ചിട്ട് നോക്കാം. ഫസ്റ്റ് 22 പ്ലസ് 1 എത്രയാണ്, 23 3യുടെ മൾട്ടിപ്പിൾ ആണോ, അല്ല. ദെൻ 32 പ്ലസ് 1 എന്താണ്, 33 എന്താണ് 3യുടെ മൾട്ടിപ്പിൾ ആണോ, യെസ്. അപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്, നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. 43 അല്ല, ദെൻ 53 എന്താണ് 3യുടെ മൾട്ടിപ്പിൾ അല്ല. സോ നമ്മളുടെ ആൻസർ എന്താണ്, ബി 32. അപ്പം ടേംസ് ചോദിച്ചാൽ ജസ്റ്റ് ജനറൽ ടേം കണ്ടുപിടിക്കാം, എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു നമ്പേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു തന്ന ഓപ്ഷൻസ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ algebraic form of an arithmetic sequence is 4n plus 1. In this sequence, how much more than the 10th term is the 15th term? ഇതിൽ എന്ത് ചെയ്താൽ മതി, നമുക്ക് ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. 10th ടേമും 15th ടേമും തമ്മിലുള്ള ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനെന്താണ്, നമുക്ക് ആക്ച്വലി കോമൺ ഡിഫറൻസ് കിട്ടിയാൽ എന്താണ്, രണ്ട് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കാമല്ലോ. അപ്പം 10th 15th ഇടയിൽ നമുക്ക് 5 ടേംസ് ഉണ്ട്. നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടിയാൽ എന്താണ്, 5 ടൈംസ് കോമൺ ഡിഫറൻസ് ആയിരിക്കും ഇവർ തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കോമൺ ഡിഫറൻസ് ആദ്യം കണ്ടുപിടിക്കാം. അപ്പം ജനറൽ ടേം തന്നിട്ടുണ്ട്, എ എന്നാണ് 4n plus 1. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാമല്ലോ. a1 എന്താണ് 4 plus 1 5. ദെൻ a2 എന്താണ് 8 plus 1 എത്രയാണ് 9. അപ്പം കോമൺ ഡിഫറൻസ് എത്രയാണ് 4. കോമൺ ഡിഫറൻസ് 4 ആണ്. ഈ 10th 15th തമ്മിലുള്ള ഡിഫറൻസ് 5 ആണ്. സോ അവരുടെ ഡിഫറൻസ് എന്തായിരിക്കും, 5 into 4 എത്രയാണ് 20. ഇവിടെ നോക്കേണ്ടത് എന്താണ്, ഏത് ടേമിൻ്റെ ഡിഫറൻസ് ചോദിച്ചാലും ജസ്റ്റ് കോമൺ ഡിഫറൻസ് കാണുക, ദെൻ ആ രണ്ട് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് കാണുക, മൾട്ടിപ്ലൈ ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the numbers below can be the difference of two terms of the arithmetic sequence 10, 16, 22? അപ്പം ഏതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണെങ്കിലും ഇതിപ്പോൾ നമുക്ക് ഏതെങ്കിലും ടേം എടുക്കാം, a1 a2. ഇതിലെന്താണ്, ഇത് അരിത്മെറ്റിക് സീക്വൻസ് ആണെങ്കിൽ ഏത് രണ്ട് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും, അതിൻ്റെ കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം, ഇവിടെ കോമൺ ഡിഫറൻസ് എത്രയാണ് വരുന്നത്,
10, 16, 22. നമ്മൾ കോമൺ ഡിഫറൻസ് എത്രയാണ്? കോമൺ ഡിഫറൻസ് d ഈസ് ഈക്വൽ ടു 6 ആണ്. അപ്പം ഏത് നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും? 6ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് നോക്കിയാൽ 40, 51, 48, 28. ഇതിൽ 6ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന ഏതാണ്? 48. അപ്പം ഇവിടെ നമുക്ക് 48 ഏതെങ്കിലും രണ്ട് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് വരാം. ഇപ്പോൾ ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നെക്സ്റ്റ് ദ ഓൾജിബ്രൈക് ഫോം ഓഫ് എൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് xn is equal to 4n minus 3. What is the remainder on dividing any term of this sequence by 4? അപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് റിമൈൻഡർ എത്രയായിരിക്കും? അപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് കാണുക 3 ആണ്. ബട്ട് നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. നമുക്ക് സിമ്പിളായിട്ട് xn തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് xn അല്ല an. അപ്പം ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും കണ്ടുപിടിക്കാം. അപ്പം a1 എന്താണ്? 4 minus 3 1. a2 എന്താണ്? 8 minus 3 5. ഈ 1ഉം 5ഉം എന്ത് ചെയ്യാം? 4നെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര റിമൈൻഡർ കിട്ടുക? 5/4 ചെയ്താൽ നമുക്ക് 1. അപ്പോൾ ആൻസർ എന്താണ്? 1. നമുക്ക് ജസ്റ്റ് ഫസ്റ്റ് ടേം കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. അല്ലാതെ ഓൾജിബ്ര വേ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്യുന്നതാണ് നല്ലത്. സോ നമുക്ക് 8th ക്വസ്റ്റ്യൻ നോക്കാം, അല്ല 5th ക്വസ്റ്റ്യൻ നോക്കാം. ദ 8th ടേം ഓഫ് എൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 25 ആൻഡ് ദ 12th ടേം ഈസ് 30. വാട്ട് ഈസ് ദ 16th ടേം ഓഫ് ദിസ് സീക്വൻസ്? അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണ്? 55, 35, 20, 27.5. അപ്പം ഇതിൽ നമുക്ക് 8th ടേമിൻ്റെ ജനറൽ ഫോം എന്താണ്? a പ്ലസ് 70. ദെൻ ഏതാണ്? 12th ടേമിൻ്റെ ജനറൽ ഫോം എന്താണ്? a പ്ലസ് 11d. ഈ രണ്ട് ടേംസിൻ്റെ ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര ടേംസ് ഉണ്ട്? 4 ടേംസ്. അപ്പം ഒരു അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ നമ്മളിപ്പം a1, a2, a3. അപ്പം ഇതിലിപ്പം a1ഉം a3യും തമ്മിലുള്ള ഡിഫറൻസ് തന്നെയായിരിക്കും എന്താണ്? a3യും a5ഉം തമ്മിലുണ്ടാവുക. അതായത് ഇപ്പം ഈ രണ്ട് ടേംസിൻ്റെ ഇടയിൽ ഒരു 5 ടേംസ് വരുന്നുണ്ടെങ്കിൽ ആ സെയിം ഡിഫറൻസ് ആയിരിക്കും എന്ത്? നെക്സ്റ്റ് അല്ലെങ്കിൽ ഏത് 5 ടേംസ് എടുത്താലും വരിക. ഓക്കെ. അപ്പം ഇവിടെ നമുക്ക് നോക്കാം, a8ഉം a12ഉം ആണുള്ളത്. a8ഉം a12ഉം തമ്മിൽ 4 ടേംസ് ഡിഫറൻസ് ആണുള്ളത്. അതേപോലെ നമുക്ക് കാണേണ്ട എന്താണ്? വാട്ട് ഈസ് ദ 16th ടേം? 12th ടേമും 16th ടേമും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? 4 ആണ്. അപ്പം അവർ തമ്മിലുള്ള വാല്യൂവിൽ വരുന്ന ഡിഫറൻസ് എന്തായിരിക്കും? ഈ ഒരു ടേമിൻ്റെ ഡിഫറൻസ് തന്നെയായിരിക്കും. അപ്പം 30 - 25 എത്രയാണ്? 5. അപ്പം 12th ടേമും 16th ടേമും തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും? 5 ആയിരിക്കും. അപ്പം ആ ടേം എന്തായിരിക്കും? 30 + 5 35. അപ്പോൾ ഇവിടെ നോക്കേണ്ട എന്താണ്? അരിത്മെറ്റിക് സീക്വൻസിൽ എന്താണ്? സെയിം ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് തന്നെയായിരിക്കും അടുത്ത സെയിം ടേംസ് തമ്മിലുള്ള ഡിഫറൻസ്. നമുക്ക് 6th ക്വസ്റ്റ്യൻ നോക്കാം. ദ 5th ടേം ഓഫ് എൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 10 ആൻഡ് ദ 11th ടേം ഈസ് 30. വാട്ട് ഈസ് ദ 23rd ടേം ഓഫ് ദിസ് സീക്വൻസ്? അപ്പോൾ നമുക്ക് 5th ടേമിൻ്റെ ജനറൽ ഫോം എഴുതാം. a5 എന്താണ്? a പ്ലസ് 4d ഇസ് ഈക്വൽ ടു 10. ദെൻ 11th ടേമിൻ്റെ ജനറൽ ഫോം a പ്ലസ് 10d ഇസ് ഈക്വൽ ടു 30. ഇനി എന്താണ്? വാട്ട് ഈസ് ദ 23rd ടേം ഓഫ് ദിസ് സീക്വൻസ്? നമുക്ക് a5ഉം a11 തമ്മിൽ ഡിഫറൻസ് നോക്കാം. a5ഉം a11 തമ്മിൽ 6 ടേംസ് ആണ് വരുന്നത്. 6 ടേംസ് എന്ന് പറയുമ്പോൾ ഡിഫറൻസ് എത്രയാണ് വരുന്നത്? 20. 6 ടേംസ് വരുമ്പോൾ ഡിഫറൻസ് 20 ആണ്. അപ്പോൾ നമുക്ക് 11ഉം 23rd തമ്മിൽ എത്ര ടേംസ് വരുന്നുണ്ട്? 23 - 11 ചെയ്താൽ നമുക്ക് 12 കിട്ടും അല്ലേ? 6 ടേംസ് 20 ആണെങ്കിൽ 12 ടേംസ് എന്തായിരിക്കും? 12 ടേംസ് തമ്മിലുള്ള ഡിഫറൻസ്
ഇതാ 20 into 2 40. അപ്പം 11 12 ടേംസ് കഴിഞ്ഞിട്ടുള്ള 23rd ടേം എന്ന് പറയുന്നത് 40 കൂടുതലായിരിക്കും. അപ്പം 30 ആണ് 11th. അപ്പം 30 + 40 70 ആയിരിക്കും എന്ത് 23rd ടേം എന്ന് പറയുന്നത്. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 27 ടേംസ് ഓഫ് ദിസ് സീക്വൻസ്. അപ്പം ഇതിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു പെയർ ഓഫ് ഇക്വേഷൻസ് ഫോം ചെയ്തിട്ട് അത് സോൾവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 10 നോക്കാം, A5 നോക്കാം. A5 എന്താണ്? A + 4D is equal to 10. Then A11 A + 10D is equal to 30. അപ്പം ഈ പെയർ ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പം നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. A + 10D 30, A + 4D 10. നമുക്ക് എലിമിനേഷൻ മെത്തേഡ് ചൂസ് ചെയ്യാം. സോ മൈനസ് ചെയ്യുമ്പോൾ 10D - 4D 6D is equal to 20. D is equal to 20/6 is equal to 10/3. അപ്പം കോമൺ ഡിഫറൻസ് വരുന്നത് 10/3 ആണ്. ദെൻ എന്താണ്, നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി കാണേണ്ടത് എന്താണ്, ഫസ്റ്റ് ടേം അല്ലേ. നമുക്ക് SN ഫോർമുല എന്താണ് അതൊന്ന് എഴുതാം. SN is equal to n/2 2a plus n - 1 into d ആണ്. ഇത് നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ടേം ആണ് കാണേണ്ടത്. ഫസ്റ്റ് ടേം ജസ്റ്റ് നമുക്ക് ഡിയുടെ വാല്യൂ കിട്ടിയത് കൊണ്ട് ഈ ഒരു A5 ഡിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പം A + 4 D എത്രയാണ് 10/3. 10/3 is equal to 10 or A is equal to എന്താണ് 10 - 14/3 ആവില്ലേ, or -10/3. അപ്പം കോമൺ ഡിഫറൻസും കിട്ടിയിട്ടുണ്ട്, ഫസ്റ്റ് ടേമും കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു ഫോർമുലയിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 27 ടേംസ് ആണ് കാണേണ്ടത്. അപ്പം S27 ഇക്വേഷൻ നമുക്കൊന്ന് എഴുതാം. n/2 എന്ന് പറയുമ്പം n എന്താണ് 27 അല്ലേ. n/2 2a 2 into a എത്രയാണ് നമുക്ക് കിട്ടിയത്, A is equal to -10/3 D 10/3. 27/2 into 2 into -10/3 plus n - 1. n - 1 എന്താണ് 26 into D 10/3. ഇത് നമുക്ക് സോൾവ് ചെയ്യാം. 27/2. സോ ഇവിടെ നമുക്ക് മൈനസ് ആണ് വരുന്നത് എന്ത് ഫസ്റ്റ് ടേം. അപ്പോൾ അവിടെ കൺഫ്യൂഷൻ വരരുത്. -20/3 പ്ലസ് 260/3 വരും. സോ മൈനസ് ചെയ്യുമ്പം 240/3 ആണ് വരിക. 27/2 240/3. നമുക്ക് മാക്സിമം എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം. ഇവിടെ ഇപ്പം 3 1 ടൈംസ് 9, ഇവിടെ 2, ഇവിടെ 120. അപ്പോൾ നമുക്ക് 9 into 120 എന്ന് എഴുതാം. സോ 12 ടൈംസ് 9 എത്രയാണ് 12 9 8 108. അപ്പം സോ 27 ടേംസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നത് എന്ത് ചെയ്യണം, ഒന്ന് തറവായിട്ട് പഠിക്കണം. അപ്പം ഇവിടെ നമ്മൾ സോൾവ് ചെയ്തിട്ട് നമുക്ക് ഡിയുടെ വാല്യൂ കിട്ടും, അതേപോലെ ഫസ്റ്റ് ടേമിൻ്റെ വാല്യൂ. അപ്പം ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. സെവൻത് ക്വസ്റ്റ്യൻ. The fifth term of an arithmetic sequence is 17 and the ninth term is 15. In this sequence, by how much does each term decrease or when the position increases by 1? So first question നോക്കിയേ, നമുക്ക് ആക്ച്വലി ഇതിൽ കോമൺ ഡിഫറൻസ് ആണ് ചോദിക്കുന്നത്. ഇതൊരു ഡിക്രീസിങ് സീക്വൻസ് ആണ്. ഇവിടെ ഇപ്പം ഫിഫ്ത്ത് ടേം 70 ആണ്,
9th ടേം 50 ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊരു ഡിക്രീസിങ് സീക്വൻസ് ആണ്. അപ്പോൾ ഇതിൽ എത്ര ടേംസ് അല്ലെങ്കിൽ എത്രയാണ് ഡിക്രീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് കാണാൻ എന്താണ്, നമുക്ക് 2 പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ഫോം ചെയ്യുക, അത് സോൾവ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് 5th ടേം, അഗെയിൻ 5th ടേം a5 is equal to a plus 4d is equal to 70. Then a8 is equal to a plus 7d is equal to 50. ഈ 2 ഇക്വേഷൻസ് സോൾവ് ചെയ്യണം. a മൈനസ് എ പോയി, 4d മൈനസ് 7d വരുമ്പോൾ മൈനസ് 3d വരും. സോറി 9th ടേം ആണ്. ഫോർ ഡി is equal to 20 വരും. കോമൺ ഡിഫറൻസ് നെഗറ്റീവ് ആണ്, അതായത് ഡിക്രീസിങ് സീക്വൻസ് ആണ്, which is equal to -5. So in this sequence, by how much does each term decreases when the position increases by 1? ഇവിടെ -5 എന്നല്ല 5. അപ്പം 5 ആണ് ഡിക്രീസ് ചെയ്യുന്നത്. 5 നമ്പർ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. 5 decreases. ഇനി at what position does the term 0 occur in this sequence? അതിന് നമുക്ക് ജനറൽ ടേം കണ്ടുപിടിക്കാം. ജനറൽ ടേം കണ്ടുപിടിച്ചിട്ട് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാനേ ഉള്ളൂ. നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡി എന്താണ് കിട്ടിയത്? ഡി ഈസ് ഈക്വൽ ടു -5 കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് വേണം? ഫസ്റ്റ് ടേം എ കണ്ടുപിടിക്കണം. അത് നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷൻ, നമുക്ക് 5th ടേമിൻ്റെ ഇക്വേഷൻ നോക്കാം. a5 is equal to a plus 4d is equal to 70 ആണ്. നമ്മൾ 4d ഒന്ന് d എത്രയാണ്? -5 is equal to 70 or a minus 20 is equal to 70 or a എന്താണ്? a is equal to 90. സോ ഫസ്റ്റ് ടേമും കിട്ടി, കോമൺ ഡിഫറൻസും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? nth ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുല നോക്കാം. ഓക്കെ, nth ടേം എന്താണ്? എ എഴുതി വെക്കാം. a 90 ആണ് കിട്ടിയിട്ടുള്ളത്. കോമൺ ഡിഫറൻസ് -5 ആണ്. സോ nth ടേമിൻ്റെ ഫോർമുല an is equal to a plus n minus 1 into d ആണ്. a is equal to 90, then n minus 1. കോമൺ ഡിഫറൻസ് -5 ആണ്. അപ്പോൾ നമുക്ക് ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. 90 പ്ലസ് മൈനസ് 5n പ്ലസ് 5 വരും. അപ്പോൾ ഷോർട്ടൻ ചെയ്യുമ്പോൾ 90 85 85 അല്ല 95 മൈനസ് 5n. ഓക്കെ, അപ്പോൾ nth ടേം എന്താണ്? 95 മൈനസ് 5n ആണ്. നമ്മളെ ക്വസ്റ്റ്യൻ എന്താണ്? അറ്റ് വാട്ട് പൊസിഷൻ ഡസ് ദ ടേം 0 occur in this sequence? അപ്പം ഏത് എന്നിലാണ് ടേം 0 ആവുക? an എപ്പോഴാണ് 0 ആവുക? അപ്പോൾ നമുക്ക് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം ഈ ഒരു ഇക്വേഷൻ. സോ അത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ 95 is equal to 5n എന്ന് വരും. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ n is equal to 95 by 5 വരും. അപ്പം 90. അപ്പം ഈ ഒരു സീക്വൻസിൽ 90th ടേം ആയിരിക്കും എന്ത്? 0. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The second term of an arithmetic sequence is 5 and the sum of the first 6 term is 60. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു സെക്കൻഡ് ടേമും ആണ്, ദെൻ സം ഓഫ് 6 ടേംസും ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കത് സെക്കൻഡ് ടേം ഒന്ന് ജനറൽ ഫോം എഴുതാം. സെക്കൻഡ് ടേമിൻ്റെ ജനറൽ ഫോം എന്താണ്? a2 is equal to a plus d. ദെൻ അതെത്രയാണ്? 5 ആണ്. ഇനി സം ഓഫ് ഫസ്റ്റ് 6 ടേംസ്, അതായത് S6 ആണ്. അതിൻ്റെ ഫോർമുല നമുക്കറിയാം n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. സോ നമുക്ക് 6/2 2a, a അറിയില്ല, ദെൻ n മൈനസ് 1 5d. അപ്പോൾ ഇതൊന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം.
3 വരും. 3 into 2a plus 5d or 6a plus 15d. So sum of 6 terms 6a plus 15d ആണ്. അതേപോലെ സെക്കൻഡ് ടേം a plus d ആണ്. അപ്പോൾ നമുക്കൊരു പെയർ ഓഫ് ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട് എ ആൻഡ് ഡിയിൽ വെച്ചിട്ട്. ഇനി എന്ത് ചെയ്യണം? ആ രണ്ട് ഇക്വേഷൻസ് നമുക്ക് സോൾവ് ചെയ്യണം. നമുക്ക് ആ ഇക്വേഷൻസ് ഒന്ന് എഴുതാം. ഫസ്റ്റ് നമുക്ക് 6a നമുക്ക് കിട്ടിയത് 6a plus 15d. സം ഓഫ് 6 ടേംസ് 60 ആണ്. ദെൻ സെക്കൻഡ് ടേം 5 ആണ്. സോ എലിമിനേഷൻ മെത്തേഡിന് വേണ്ടിയിട്ട് നമുക്ക് എയുടെ കോഎഫിഷ്യൻറ്റ് 6 ആക്കാം. സോ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2. മൾട്ടിപ്ലൈങ് ഇക്വേഷൻ 2 by 6. 6 വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് 6a plus 6d is equal to 30. ഇനി നമുക്ക് ഈ ഒരു ഇക്വേഷനും ഈ രണ്ട് ഇക്വേഷനും നമുക്ക് സോൾവ് ചെയ്യാം. 6a plus 15d 60 ആണ്. 6a plus 6d 30 ആണ്. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ മൈനസ് 15d minus 6d 9d which is equal to 30. ദെൻ കോമൺ ഡിഫറൻസ് d എന്താണ്? 30/9 ഓർ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 10/3. സോ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടിയിട്ടുണ്ട്. ഇനി അൺനോൺ ആയിട്ടുള്ള വേരിയബിൾ ഏതാണ്? എ, നമ്മളുടെ ഫസ്റ്റ് ടേം. അപ്പോൾ ആ ഫസ്റ്റ് ടേം കൂടി കണ്ടുപിടിക്കാം. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് സെക്കൻഡ് ടേം എ പ്ലസ് ഡിയിൽ ഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ ഡി നമുക്ക് 10/3 കിട്ടിയിട്ടുണ്ട്. ഇനി എ പ്ലസ് ഡി ആണെന്ത്? 5 ഓർ എ പ്ലസ് 10/3 is equal to 5 ആണ്. അപ്പോൾ എയുടെ വാല്യൂ നമുക്ക് 5 മൈനസ് 10/3 എന്ന് കിട്ടും. ഓർ 15 മൈനസ് 10 5/3. സോ എയും കിട്ടി ഡിയും കിട്ടി. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ഫിഫ്ത്ത് ടേം? ഫിഫ്ത്ത് ടേമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കൊന്ന് എ ഈസ് ഈക്വൽ ടു നമുക്ക് 5/3 കിട്ടിയിട്ടുണ്ട്. ഡി 10/3. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫിഫ്ത്ത് ടേം? ഫിഫ്ത്ത് ടേം എന്താണ്? A5 എപ്പോഴും a പ്ലസ് 4d ആണ്. a 5/3 4d എന്ന് പറയുമ്പോൾ 40/3 ഓർ 45/3 വരും. 45/3 is equal to 50. സോ വാട്ട് ഈസ് ദ ഫിഫ്ത്ത് ടേം? ഫിഫ്ത്ത് ടേം 50 ആണ്. ദെൻ വാട്ട് ഈസ് ദ സം ഓഫ് സെക്കൻഡ് ആൻഡ് ദ ഫിഫ്ത്ത് ടേം? സെക്കൻഡ് ടേം 5 ആണ്. നമ്മൾ ഫിഫ്ത്ത് ടേം കണ്ടുപിടിച്ചു. ദെൻ 50 + 5 20. ഇനി നമുക്ക് കാണുന്നത് വാട്ട് ഈസ് ദ സം ഓഫ് ദ ഫസ്റ്റ് 50 ടേംസ്. നമുക്ക് എയും കിട്ടിയിട്ടുണ്ട് ഡിയും കിട്ടിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ആയി ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമുക്ക് S15 ആണ് കണ്ടുപിടിക്കേണ്ടത്. S15 എന്താണ്? n/2 2a plus n minus 1 into d. സോ nth ടേമിൻ്റെ ഇക്വേഷനും അതേപോലെ സം ഓഫ് n ടേംസിൻ്റെ ഇക്വേഷൻസും ആണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പം F15 വരുമ്പോൾ 15/2 2a എത്രയായിരുന്നു? 5/3 അല്ലേ? a is equal to 5/3, d is equal to 10/3. സോ 2a പറയുമ്പോൾ 2 into 5/3 10/3 പ്ലസ് n minus 1 is 40. 14 into d 10/3. നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. 15/2 10/3 പ്ലസ് 140/3 വരും. അഗെയിൻ 140 പ്ലസ് 10 150/3 വരും. 150/3 വരുമ്പോൾ 50. സോ 50/2 into 50 വരും. സോ 15 times 5 വരുമ്പോൾ
75. 750 by 2 or 750 half 375. Okay. അപ്പോൾ നമുക്ക് രണ്ട് sum of 15 terms 375 കിട്ടിയിട്ടുണ്ട്. So നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The sum of the first n terms of an arithmetic sequence is 2n square plus 3n. So Sn ആണ് തന്നിട്ടുള്ളത് 2n square plus 3n. What is the sum of the first 5 terms? First 5 terms എന്ന് പറയുമ്പോൾ n എന്തായിരിക്കും? 5 ആയിരിക്കും. So Sn തന്നിട്ടുണ്ട്. Sn is equal to 2n square plus 3n. n 5 ആണ്. So S5 is equal to 2 into 5 square എന്താണ്? 25 plus 3 times n. 3 into 5 15 or 15 plus is equal to 65. So first 5 terms in the sum 65 ആണ്. എന്നുള്ളത് how many terms of the sequence starting from the first must be added to get 324. അപ്പോൾ നമുക്ക് sum ചെയ്തിട്ടുള്ള വാല്യൂ നമുക്ക് എന്ത് വേണം? 324 വേണം. ഇത് വെച്ചിട്ട് നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റും. അതായത് 2n സ്ക്വയർ, നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് 2n സ്ക്വയർ പ്ലസ് 3n എന്തായിരിക്കണം? 324. അപ്പം ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. 2n സ്ക്വയർ പ്ലസ് 3n മൈനസ്, ഓക്കെ. സോ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമുക്കറിയാം എന്താ? മൈനസ് ബി പ്ലസ് ഒ മൈനസ് ബി സ്ക്വയർ മൈനസ് 4ac. അപ്പോൾ നമുക്ക് ആദ്യം ബി സ്ക്വയർ മൈനസ് 4ac കണ്ടുപിടിക്കാം. ബി സ്ക്വയർ മൈനസ്, അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും n. സോ നമുക്ക് ബി സ്ക്വയർ മൈനസ് 4ac എന്താണ്? ബി എന്താണ്? ഈ കോഎഫിഷ്യൻറ്റ് 3 സ്ക്വയർ. ഇതാണ് എ, ഇതാണ് ബി, ഇതാണ് സി. സി എന്ന് പറയുമ്പോൾ ഈ നെഗറ്റീവ് സൈനോട് ഇൻക്ലൂഡഡ് ആണ്. അപ്പം ബി സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ എന്താണ്? 2 ആണ് അല്ലേ? 2. ദെൻ സി എന്താണ്? മൈനസ് 324. ഓക്കെ. സോ ഇത് ചെയ്യുമ്പോൾ 9 സ്ക്വയർ ഈസ് 3 സ്ക്വയർ ഈസ് 9 മൈനസ് 8 ടൈംസ് മൈനസ് 324. 324 നമുക്ക് ഇവിടെ ചെയ്യാം. 24 32 69 25. 9 മൈനസ് 2592 വരും. ദെൻ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പ്ലസ് വരും. മൈനസ് പ്ലസ് ആവും. ദെൻ 2601. സോ ബി സ്ക്വയർ മൈനസ് 4ac എന്താണ്? 2601. ഇതിൻ്റെ സ്ക്വയർ റൂട്ട് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ഇക്വേഷൻസ് ചെയ്യുമ്പോൾ നോക്കാം. ഓക്കെ. സോ നമുക്ക് ബി സ്ക്വയർ മൈനസ് 4ac കിട്ടിയിട്ടുണ്ട്. അങ്ങ് ജസ്റ്റ് ആഡ്. ഓക്കെ, നമുക്കിനി സോൾവ് ചെയ്യാം. ഇക്വേഷൻസ് കൂടി എഴുതാം. സോ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോർമുല എന്ന് എഴുതാം. n is equal to മൈനസ് ബി പ്ലസ് ഒ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൈനസ് ബി ഈസ് മൈനസ് 3 പ്ലസ് ഒ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac. നമുക്ക് ബി സ്ക്വയർ മൈനസ് 4ac 2000 ഇത് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ സ്ക്വയർ റൂട്ട് 51 ആണ്. ദെൻ 2a വരുമ്പം 4. സോ നമുക്ക് n എന്ന് പറയുന്നത് എന്താണ്? ഒരു നാച്ചുറൽ നമ്പറാണ്. അതൊരിക്കലും എന്താവില്ല? നെഗറ്റീവ് ആവില്ല. സോ നമ്പർ ഓഫ് ടേംസ് ആണല്ലോ. അപ്പോൾ നമുക്ക് നെഗറ്റീവ് വാല്യൂ ഒഴിവാക്കാം, പോസിറ്റീവ് വാല്യൂ മാത്രം എടുക്കാം. അപ്പോൾ -3 + 51. -3 + 51 ഈസ് 48. 48 by 4 12. സോ ഫസ്റ്റ് 12 ടേംസിൻ്റെ സം ആണ് എന്ത്? 324.
24. So next, calculate the sum of the first n terms of the arithmetic sequence with the nth term 5n plus 1. So nth term തന്നിട്ടുണ്ട് an ആണ് 5n plus 1. ഈ nth term നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് ടേമും അതേപോലെ കോമൺ ഡിഫറൻസും കണ്ടുപിടിക്കാമല്ലോ. സോ a1 എന്ന് പറയുന്നത് അല്ലെങ്കിൽ a എന്ന് പറയുന്നത് 5 into 1 6 ആണ്. a2 എന്ന് പറയുന്നത് 11 ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്താണ്? 5. ഫസ്റ്റ് ടേം 6 ആണ്, കോമൺ ഡിഫറൻസ് 5 ആണ്. ഇനി നമുക്ക് സമ്മ് കാണാമല്ലോ. സമ്മിൻ്റെ ഫോർമുല a is equal to 6, d is equal to 5. Then first term Sn is equal to n by 2 into 2a. 2a പറയുമ്പോൾ 2 into 6, 2a plus n minus 1 into d, 5. Or n by 2, 2 6 12 plus 5n minus 5, then rearrange ചെയ്യുമ്പോൾ n by 2, then 7 plus 5. So നമുക്കൊന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 7n plus 5n square by 2. നമുക്ക് n സ്ക്വയറിൻ്റെ ടേം ഒന്ന് ഫസ്റ്റ് എഴുതിയിട്ട് നമുക്ക് 5n square plus 7n by 2. അതാണ് എന്ത് സം ഓഫ് ദ ഫസ്റ്റ് n terms of this arithmetic sequence. നെക്സ്റ്റ് വരുന്നത് how much more is the sum of the first 20 terms of the arithmetic sequence with the nth term 5n plus 4 than the sum of the first term of this sequence. അപ്പം ഇവിടെ നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടുപിടിച്ചത് 5n plus 1ൻ്റെ സമ്മാണ്. 5n plus 1ൻ്റെ സമ്മാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. നമുക്ക് വേണ്ടത് 5n plus 4 ആണ്. അപ്പം ഈ ഒരു കേസിൽ നോക്കിയാൽ ഇപ്പോൾ ഫസ്റ്റ് ടേം എടുക്കുക. ഈ രണ്ട് അരിത്മെറ്റിക് സീക്വൻസിൻ്റെയും ഫസ്റ്റ് ടേം എടുക്കുക. എന്താണ്? 5ൻ്റെ വരുമ്പോൾ 6 ആണ്. ഈ ഒരു സീക്വൻസിൻ്റെത് വരുന്നത് 9 ആണ്. അപ്പം ഈ രണ്ട് സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? 9 minus 6 3 ആണ്. അപ്പോൾ നമ്മൾ രണ്ട് ടേംസ് എടുക്കുകയാണെങ്കിൽ അവരുടെ ഡിഫറൻസ് എന്തായിരിക്കും? 3 into 2 ആയിരിക്കും. 3 ടേംസ് എടുക്കുകയാണെങ്കിൽ 3 into 3. അങ്ങനെ 20 ടേംസ് എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഡിഫറൻസ്? 3 into 20. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഡിഫറൻസ് കാണാം. ജസ്റ്റ് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് കാണുക. എന്നിട്ട് അതിന് എത്ര നമ്പേഴ്സ്, എത്ര ടേംസ് ഉണ്ടോ അതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം 3 into 20 is equal to 60. അപ്പോൾ ഇവർ തമ്മിലുള്ള 20 ടേംസിൻ്റെ സമ്മ് തമ്മിലുള്ള ഡിഫറൻസ് 60 ആയിരിക്കും. സോ നമ്മളെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ സം ഓഫ് ദ 4th, 5th and 6th terms of an arithmetic sequence is 90. വാട്ട് ഈസ് ദ 5th term? അപ്പോൾ നമുക്കറിയാം അരിത്മെറ്റിക് സീക്വൻസ് നമുക്കൊന്ന് ജനറൽ ഫോം ആയിട്ട് എഴുതാം. അപ്പം നമുക്കാദ്യം നമ്മൾ 3 ടേംസ് ആണ് എടുക്കുന്നത്. ഒരു അരിത്മെറ്റിക് സീക്വൻസിൽ 3 ടേംസ് എടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് മിഡിൽ ടേം ആയിട്ട് എടുക്കാം. അപ്പം ഇത് an plus 1 ആയിരിക്കും. അതേപോലെ ഇത് an minus 1 ആയിരിക്കും. ഇതിൻ്റെ ഓൾജിബ്ര ഫോമിൽ എഴുതുമ്പോൾ നമുക്ക് ഇത് an ആണെങ്കിൽ ഇത് an plus d ആയിരിക്കും. അതേപോലെ ഇത് an minus d ആയിരിക്കും. ഇതിൻ്റെ സം എന്ന് പറയുന്നത് എന്താണ്? 3 times an ആണ്. അപ്പം ഓഡ് നമ്പർ ഓഫ് ടേംസ് വരുമ്പോഴുള്ള ഒരു കേസാണ്. അതായത് ഇപ്പം ഓഡ് നമ്പറിൻ്റെ സെൻറ്ററിലുള്ള മിഡിൽ ടേമിൻ്റെ ആ ടേം ടൈംസ് ആയിരിക്കും എന്ത്? അതിൻ്റെ സം എന്ന് പറയുന്നത്. അതായത് ഇവിടെ മിഡിൽ ടേം an ആണ്. ഇവിടെ ടോട്ടൽ 3 ടേംസ് ഉണ്ട്. അതുകൊണ്ട് ഈ 3 ടേംസിൻ്റെ സം എന്ന് പറയുന്നത് 3 times ദ മിഡിൽ ടേം ആയിരിക്കും. അപ്പോൾ നമുക്ക് 3an. അപ്പോൾ ഈ ഒരു സീക്വൻസിൽ എന്താണ്? 4th, 5th, 6th ആണ് എന്ത്? 19 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് A4, A5, A6 ആണ് എന്ത്? 90. ആക്ച്വലി എന്താ 90 എന്ന് പറയുന്നത് എന്താണ്? 3 times
ഈ A5 മിഡിൽ ടേം ആണ്. സോ A5 എന്ന് പറയുന്നത് എന്തായിരിക്കും? 19 ഡിവൈഡഡ് ബൈ 3 എത്രയാണ്? A5 is equal to 19 by 3 is equal to 30. ഓക്കെ, അപ്പം ഫിഫ്ത്ത് ടേം അതായത് മിഡിൽ ടേം എന്ന് പറയുന്നത് ഈ ഒരു നമ്പറിൻ്റെ നമ്മൾ ഡിവൈഡഡ് ബൈ 3 ചെയ്തിട്ടുള്ള 30 ആണ്. സോ ഫിഫ്ത്ത് ടേം ഈസ് 30. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ സം ഓഫ് ദ ഫസ്റ്റ് 9 ടേംസ്? എഗെയിൻ ഓഡ് നമ്പർ ആണ്. അപ്പം ഓഡ് നമ്പർ വരുമ്പോൾ മിഡിൽ ടേം വരെ ഏതാണ്? ഫിഫ്ത്ത് ടേം ആണ്. ഫിഫ്ത്ത് ടേം നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്ത്? 30. ഓക്കെ, ഫിഫ്ത്ത് ടേം നമുക്ക് 30 കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് 9 ടേംസ് എടുക്കുമ്പോൾ, അതായത് ഓഡ് നമ്പർ ഓഫ് ടേംസ് എടുക്കുമ്പോൾ അതിൻ്റെ മിഡിലായിട്ട് വരുന്നത് ഏതാണ്? ഫിഫ്ത്ത് ടേം ആണ് അല്ലേ? 1 2 3 ഇങ്ങനെ എടുക്കുമ്പോൾ 5 ആണ് എന്ത്? 9 ടേംസിൻ്റെ മിഡിൽ ടേം ആയിട്ട് വരുന്നത്. സോ 9 ടേംസിൻ്റെ സം എന്ന് പറയുന്നത് 9 ഇൻറ്റു മിഡിൽ ടേം 30. 9 ഇൻറ്റു 30 270. സോ സം ഓഫ് 9 ടേംസ് എന്ന് പറയുന്നത് മിഡിൽ ടേം A5 ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ആണ്. അതായത് 30 ഇൻറ്റു 9 വിച്ച് ഈസ് ഈക്വൽ ടു 270. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ദ കോമൺ ഡിഫറൻസ് ഓഫ് സച്ച് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 5, ദെൻ വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം? കോമൺ ഡിഫറൻസ് തന്നിട്ടുണ്ട്. ഡി എന്താണ്? ഡി നമുക്ക് 5 ആണെങ്കിൽ ഫസ്റ്റ് ടേം എന്തായിരിക്കും? നമുക്ക് ഫിഫ്ത്ത് ടേം കിട്ടിയിട്ടുണ്ട്. ഫിഫ്ത്ത് ടേം എന്താണ്? ഫിഫ്ത്ത് ടേം 30 ആണ്. ഫിഫ്ത്ത് ടേമിൻ്റെ ജനറൽ ഫോം A+4D ആണ്. A+4D ഈസ് ഈക്വൽ ടു 30 ആണ്. നമുക്ക് ഡി തന്നിട്ടുണ്ട് 5 ആണ്. അപ്പം A+20D ഈസ് ഈക്വൽ ടു 30. ദെൻ എ എന്തായിരിക്കും? 30 മൈനസ് 20 10. സോ നമുക്ക് ഡി 5 ആണെങ്കിൽ ഫസ്റ്റ് ടേം എ ഈസ് ഈക്വൽ ടു 10 ആയിരിക്കും. സോ അരിത്മെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിൽ നിന്ന് നമ്മൾ എക്സാമിന് എക്സ്പെക്ട് ചെയ്യുന്ന കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്താണ്? നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റേഴ്സ് ഇതേപോലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അണ്ടിൽ ദെൻ ബൈ.